പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് ജ്ഞാനായിത്തോ ഞായർ, വലിയ നോമ്പിലെ 4-ാം ഞായറാഴ്ച. ഇന്നത്തെ വേദഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ കർത്താവ് ക്നാനായക്കാരി സ്ത്രീയുടെ കൊച്ചുമകളിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. യേശു ടയർ, സീദോൻ അടങ്ങിയ ഫെനീഷ്യയിലാണ് ഇപ്പോഴുള്ളത്. മറ്റ് നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ജനം പുതിയ പ്രവാചകനെ ഒന്ന് കാണാനും ദൈവദാനമായ രോഗശാന്തി പ്രാപിക്കുവാനും അവസരം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരു കനാനക്കാരി സ്ത്രീ കരഞ്ഞു വിളിച്ചുകൊണ്ട് അവനെ സമീപിക്കുന്നു. അവളുടെ കൊച്ചുമകൾക്ക് രോഗശാന്തി കിട്ടണം. യേശു ഒന്ന് തത്രിച്ചു നിന്നു. തൻ്റെ പിതാവായ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ തൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്നു. അവളുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ചു നോക്കാൻ വേണ്ടി അവിടുന്ന് അവളോട് തുറന്നു പറഞ്ഞു, സഹോദരി, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാനൊരു മാന്ത്രികനോ എൻ്റെ പിതാവായ ദൈവം മന്ത്രവാദികളുടെ ദൈവമോ അല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളോട് അഭ്യർത്ഥിക്കൂ എന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കാൻ നോക്കി. ഞാൻ യഹൂദിയായിലെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എന്നാൽ അവൾ കരിമ്പാറ പോലെ അവളുടെ നിലപാടിലും ആവശ്യത്തിലും ഉറച്ചു നിന്നു. യേശു ഇസ്രായേലിനെയും പുറജാതികളെയും സ്വന്തം മക്കളോടും വീട്ടിലെ വളർത്തുമൃഗങ്ങളോടും ഉപമിച്ചു നോക്കി. അവൾ ബുദ്ധിയുള്ളവളായിരുന്നു. വീട്ടിൽ വളർത്തുന്ന ഒരു നായയ്ക്കോ പൂച്ചയ്ക്കോ വീട്ടിൽ ഒരവകാശവും സ്ഥാനവുമുണ്ടെന്ന് അവൾ വാദിച്ചു. അവളുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ ജഗദ്ഗുരു അടിയറ വച്ചു. യഥാർത്ഥ വിശ്വാസം നിഴലിച്ച് നിന്ന അവളെ തുടർന്നും നിരാകരിക്കാൻ അവിടുത്തേക്ക് സാധിച്ചില്ല. അങ്ങനെ അവളുടെ ആവശ്യം അവിടുന്ന് നിറവേറ്റിക്കൊടുത്തു. ഇനി ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന വിചിന്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒന്നാമതായി, ദൈവവിശ്വാസം ആർജിച്ചെടുക്കുന്നതല്ല, നൽകപ്പെടുന്നതാണ് എന്ന് ഇവിടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്നു. പുറജാതികളുടെ ഇടയിലുള്ള സുവിശേഷം തൻ്റെ ജീവിതകാലത്ത് തന്നെ നടക്കണമെന്നുള്ള മോഹങ്ങളൊന്നും യേശുവിനില്ലായിരുന്നു. പക്ഷേ പിതാവായ ദൈവത്തിൻ്റെ ഹിതം അതല്ലായിരുന്നു. യാദൃശ്യമായെങ്കിലും അവിടുന്ന് പ്രജാതികളുടെ ഇടയിൽ എത്തിപ്പെടുന്നു, സുവിശേഷം അറിയിക്കപ്പെടുന്നു. രണ്ടാമതായി, പ്രാർത്ഥനയിൽ തളരരുത്. നമ്മുടെ അർത്ഥനകളിൽ അവിടുന്ന് ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയാലും, തമ്പുരാൻ എന്ത് ന്യായം പറഞ്ഞാലും നാം നമ്മുടെ ആവശ്യം ഉണർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഉടനടിയുള്ള ഫലം നോക്കാതെ പ്രാർത്ഥനയിൽ സ്ഥിരത കൈവടിയാതിരിക്കാൻ ക്നാനായക്കാരി സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, പ്രാർത്ഥനാ ഫലപ്രാപ്തിക്ക് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുവെന്ന് തമ്പുരാനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ആത്മാർത്ഥതയും സ്ഥിരോത്സാഹവുമാണ് പ്രാർത്ഥനയുടെ കാതലായി മാറുന്നത്. നാലാമതായി, സുവിശേഷം ലോകത്തിന് മുഴുവനുമുള്ളതാണ്. ദൈവവചനം ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തരുത്. യേശു കാനാൻകാരി സ്ത്രീയുടെ അഭ്യർത്ഥന ആദ്യം നിരാകരിച്ചപ്പോൾ പുറജാതികളെ ഒഴിവാക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്തത്. പിന്നെയോ തൻ്റെ ജോലി ഇസ്രായേൽ ജനത്തിന് പുറത്തുള്ളവരിലേക്ക് നീട്ടുന്നതിനുള്ള സംവിധാനങ്ങളില്ലായിരുന്നതിനാൽ അവിടുന്ന് ഒന്ന് പരുങ്ങുക മാത്രമാണ് ചെയ്തത്. അഞ്ചാമതായി, വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യമാണ്. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല, തമ്പുരാൻ എന്നെ ഗൗനിക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുമ്പോൾ
വിശ്വാസം ഒട്ടും നഷ്ടപ്പെടുത്താതെ അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വർദ്ധിച്ച വിശ്വാസം ഫലം കാണാതെ പോവുകയില്ല. അവസാനമായി, രോഗശാന്തി ലഭിക്കണമെങ്കിൽ അവിടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കൺസെഷനുമില്ല. പുറജാതികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഇസ്രായേൽക്കാർ പിതാവായ ദൈവത്തെ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ എന്ന് കരുതി ദൈവവിശ്വാസം ഇല്ലെങ്കിലും ദൈവകരുണ ഒഴുക്കി കൊടുക്കാമെന്ന് അവിടുന്ന് കരുതിയില്ല. ആദ്യം വിശ്വാസം, പിന്നെ കരുണ എന്ന തത്വത്തിൽ അവിടുന്ന് ഉറച്ചു നിന്നു. സ്നേഹമുള്ളവരെ, എനിക്ക് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ലഭിക്കാത്തത് എന്ന് നാം പലപ്പോഴും ദൈവത്തോട് പരാതിപ്പെടാറുണ്ട്. ആ ചോദ്യത്തിനുള്ള വളരെ മനോഹരമായ ഉത്തരമാണ് കനാൻകാരി സ്ത്രീയുടെ അനുഭവത്തിലൂടെ ഇന്നത്തെ സുവിശേഷം നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഈ പങ്കുവയ്ക്കൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.